ശ്രദ്ധിക്കാതെ പോയ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ MLA ആവുകയാണെങ്കിൽ, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അത് ഞാൻ നടപ്പാക്കിയിരിക്കും. ഗുരുവായൂർ ദേവസ്വം ഭരണത്തിൽ പ്രാദേശിക സംവരണം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് കൃത്യമായ സംവരണം ഉണ്ടാവണം ദേവസ്വം ഭരണത്തിൽ. ഇത്രയും കാലം അതില്ലാത്തത് ഒന്ന് ഹിന്ദു MLA ഇല്ലാത്തത് കൊണ്ടാണ്. ഇത് ദേവസ്വം ഭരണത്തിൽ മാത്രം പോരാ, ദേവസ്വം നടപ്പാക്കുന്ന എല്ലാ തസ്തികകളിലും, നിയമന തസ്തികകളിലും സംവരണം വേണം. BJP NDA സ്ഥാനാർത്ഥിയായി ഞാൻ വന്നാൽ ഞാനത് നടപ്പാക്കും. ഒരു MLAക്ക് നടപ്പാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നടപ്പാക്കാൻ പറ്റും. പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിയിലെ, പ്രത്യേകിച്ച് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ഭക്തജനങ്ങൾക്ക് നിയന്ത്രണമില്ലാതെ ദർശനം നടത്താൻ അനുമതി ഉണ്ടാവണം. നിയന്ത്രണങ്ങളില്ലാതെ എന്ന് പറഞ്ഞാൽ ഷട്ടൂരിടാതെ ഉള്ളിൽ കയറണമെന്നല്ല, ആചാരലംഘനമല്ല ഞാൻ പറയണേ. ഇപ്പോൾ ഉണ്ട്, അത് ഏതൊക്കെയോ ദിവസങ്ങളിലില്ല. ഇപ്പോൾ 1 മണിക്കൂറുണ്ട്, 2 മണിക്കൂറുണ്ട്, അങ്ങനെ അതൊന്നുമില്ല, അതൊന്നും പാടില്ല. ഗുരുവായൂരപ്പൻ മെഡിക്കൽ സെൻറ്റർ ഓർ ഗുരുവായൂരപ്പൻ മെഡിക്കൽ കോളേജ് ഇവിടെ കൊണ്ടുവരും. ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും എങ്ങനെയാണോ ആന്ധ്രയിലെ സായി സേവ ട്രസ്റ്റ് എങ്ങനെയാണോ സൗജന്യ ചികിത്സ നൽകുന്നത്, അതുപോലെ ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും സൗജന്യ ചികിത്സ നൽകും ആ മെഡിക്കൽ കോളേജ് ഓർ മെഡിക്കൽ സെൻറ്ററിൽ. പാലയൂർ പള്ളിയും ഗുരുവായൂർ ക്ഷേത്രവും ചാവക്കാട് ബീച്ചും ചേർന്ന് ഒരു അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഒരു 5 നക്ഷത്ര ഹോട്ടൽ ഈ ഗുരുവായൂരുണ്ടോ? എൻ്റെ കണക്കിലില്ല, നിങ്ങളുടെ കണക്കിൽ എനിക്കറിയില്ല.